യാതൊരുവിധ സെലിബ്രിറ്റി പരസ്യങ്ങളുമില്ല, യാതൊരുവിധ ഗ്യാസ് കയറ്റിയ ഡ്രിങ്ക്സുമില്ല. പിന്നെ എങ്ങനെയാണ് പേപ്പർ ബോട്ട് എന്ന് പറയുന്ന കമ്പനി 599 കോടി രൂപയുടെ കമ്പനിയായിട്ട് മാറിയത്? പറഞ്ഞുതരാം. നീരജ് കക്കർ, ഇദ്ദേഹമാണ് പേപ്പർ ബോട്ടിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. നീരജ് കൊക്കക്കോളയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നും ഓഫീസിലോട്ട് ഡെയിലി ആം പന്ന എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഫേമസ് ഡ്രിങ്ക് ഓഫീസിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഓഫീസിലുള്ള എല്ലാവർക്കും നീരജ് കൊണ്ടുവരുന്ന ഈ ഡ്രിങ്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എന്തുകൊണ്ട് ഇതൊരു ബിസിനസ് ഐഡിയ ആയിട്ട് മാറ്റിക്കൂടാ എന്ന് ചിന്തിച്ച നീരജ് 2013 പേപ്പർ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. 2 ഫ്ലേവേഴ്സാണ് ആദ്യം ലോഞ്ച് ചെയ്തത്, ആം പന്നയും ജൽജീറയും. നിങ്ങൾ ഒന്നോർക്കണം, മാർക്കറ്റിൽ കോളയുടെയും പെപ്സിയുടെയും ഒക്കെ ഡോമിനേഷനാണ്. അങ്ങനെയുള്ളൊരു മാർക്കറ്റിലേക്കാണ് നമ്മുടെ പേപ്പർ ബോട്ട് കാലെടുത്ത് വെക്കുന്നത്. അവിടെയാണ് പേപ്പർ ബോട്ടിന്റെ മാർക്കറ്റിംഗ് ബ്രില്യൻസ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ബ്രാൻഡ് എന്നതിലുപരി ഒരു ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയാണ് ഇവർ സെൽ ചെയ്തത്. എംബ്രേസിംഗ് ദി ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയ ഓഫ് ദി മിലനിയൽസ്. പേപ്പർ ബോട്ടിന്റെ പരസ്യങ്ങളും അങ്ങനെയുള്ള ഒരു നൊസ്റ്റാൾജിയ ഫോക്കസ്ഡ് ആയിരുന്നു. ലൈക്ക് സ്കൂളിൽ ഫസ്റ്റ് ഡേ പോകുമ്പോഴുള്ള ഒരു ഫീലിംഗ്, വെക്കേഷന് മരത്തിൽ കയറി മാങ്ങ പറിക്കുന്ന ഒരു ഫീലിംഗ്, അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അവർ ഫോളോ അപ്പ് ചെയ്തിരുന്നത്. ഇന്ന് പേപ്പർ ബോട്ട് എന്നത് 7 രാജ്യങ്ങളിൽ സെർവ് ചെയ്യുന്ന ഒരു 599 കോടി റവന്യൂ ഉള്ള ഒരു കമ്പനിയാണ്.